വൈജി സാറ് നമ്മുടെ ടീച്ചർ ഇറങ്ങിയപ്പോൾ രജനി സാറ് റിലേറ്റീവ് ആണല്ലോ, രജനി സാറിന് അയച്ചു കൊടുത്തു ടീച്ചർ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു ടീച്ചറൊക്കെ അവിടം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് പൊള്ളാച്ചിയിലാണ്. അപ്പോൾ പൊള്ളാച്ചിയിൽ ഇതുപോലെ ഞങ്ങൾ തീരുമ്പോൾ ഞങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഇതേ കാര്യം വീണ്ടും പറഞ്ഞു. അപ്പോൾ സുരേഷ് കുമാർ അങ്കിൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടോ, 9ാം നമ്പർ മുറിയിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 9ാം നമ്പർ മുറിയിലാണ് ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ ടീസർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പുവിൻ്റെ അങ്കിളുണ്ട് മോഹൻചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. മോഹൻചേട്ടൻ ഒരു ദിവസം വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ മോഹൻചേട്ടൻ ടീസർ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി ഈ ടീസർ കണ്ടിട്ട് പുള്ളി ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇത് വന്ന് നമ്മുടെ ഇടയിലൊക്കെ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ നമ്മൾ പാട്ടെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒന്ന് മീശ വെച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു വേണ്ട മീശ അടിക്കണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അനിയനായതുകൊണ്ടും പറയുന്നല്ല, വിശ്വസിക്കാൻ പറ്റില്ല. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. നേരിട്ട് വിനീതിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് ഹൃദയത്തിൻ്റെ കണക്ക് പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇതേ വിസ്മയ സ്റ്റുഡിയോയിൽ അല്ലേ? അതെ അതെ. കൃത്യമായിട്ട് പറഞ്ഞാൽ 2 വർഷങ്ങൾ കഴിയുന്നു. അതെ. അപ്പം ഈ സിനിമയുടെ പേര് വർഷങ്ങൾക്ക് ശേഷം. അതിൻ്റെ മിക്സിങ്ങിൻ്റെ പണിപ്പുരയിലാണ്, അതിൻ്റെ തിരക്കുകളിലാണ്. എന്തായി ആസ് ഇറ്റ് ഈസ് വർഷങ്ങൾക്ക് ശേഷം? വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ചേട്ടനെ ഞാൻ കാണുമ്പോൾ പടത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് നടക്കുന്ന സമയത്താണ് കാണുന്നത്. ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ട്രിവാൻഡ്രം വരവും ഇവിടുത്തെ ഇതൊരു ഭയങ്കര ഒരു റിലീഫുള്ളൊരു സമയമാണ്. കാരണം നമ്മുടെ ജോലികൾ മുഴുവൻ കഴിഞ്ഞു, സൗണ്ടിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിച്ചിട്ട് ഇതിങ്ങനെ എന്താ പറയുക, കാത്തിരിപ്പിന് വേണ്ടിയുള്ള കുറേ നാൾ ഒരു ഹാർഡ് വർക്ക് ആയിരുന്നല്ലോ. കുറേ നാൾ വർക്ക് ചെയ്തൊരു സാധനം ഫൈനലാകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. കണ്ടോ ഇതുവരെയുള്ള ഭാഗങ്ങൾ ആരെങ്കിലും കാണിക്കാൻ എന്തെങ്കിലും പറ്റിയോ? 3-4 പേരെ നമ്മൾ കാണിച്ചു. അപ്പോൾ അതിനകത്ത് ജോർഗീസ് ഉണ്ടോ? ഇല്ല, നമ്മുടെ ആക്ടേഴ്സ് ആരും കണ്ടിട്ടില്ല. അല്ലാതെ ഇതിങ്ങനെ OTT-യിലേക്കും അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ നമുക്ക് കണ്ട ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ അവരെല്ലാം പോസിറ്റീവാണ്. എന്തെങ്കിലും ഒന്ന് പറയാൻ പേടിയാണ് ഇപ്പോൾ. വളരെ പോസിറ്റീവായിട്ട് തന്നെ അത് പോട്ടെ അല്ലേ? അതെ. ഹൃദയത്തിന് ശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് വർഷങ്ങൾക്ക് ശേഷവും വരികയാണ്. പ്രണവാണ് നായകൻ, വീണ്ടും പ്രണവ് നായകനാവുന്നു അല്ലേ? എന്തുകൊണ്ട് പ്രണവ് എന്നൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഹൃദയം കഴിഞ്ഞ സമയം തൊട്ട് ആ സമയത്ത് തന്നെ നമ്മളൊരു ഹൃദയത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം നമ്മൾ ഒരു 2 വർഷം ഒരു സിനിമയായിട്ട് ഒരു ഫുൾ ക്രൂ ഇങ്ങനെ മൂവ് ചെയ്തു. അത് പാൻഡമിക്കിന് മുമ്പ് നമ്മളൊരു സ്കെഡ്യൂൾ ചെയ്തു, അതിന് ശേഷം നമ്മളൊരു സ്കെഡ്യൂൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു നല്ലൊരു 2019-ലാണ് ഞാൻ അപ്പൂൻ്റെ അടുത്ത് കഥ പറയുന്നത്. 2022-ലാണ് പടം വരുന്നത്. അപ്പോൾ ഒരു 3 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പൂ ഇങ്ങനെ എൻ്റെ ചെവിയിൽ പറഞ്ഞു, നമുക്ക് ഇനിയും ഒരു പടം ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് പൊള്ളാച്ചിയിലാണ്. അപ്പോൾ പൊള്ളാച്ചിയിൽ ഇതുപോലെ ഞങ്ങൾ തീരുമ്പോൾ ഞങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഇതേ കാര്യം വീണ്ടും പറഞ്ഞു, ഒരിക്കലും കൂടെ ഒരു പടം ചെയ്യണം തോന്നുന്നുണ്ട്. അത് 2 പടം ചെയ്ത് കഴിയുമ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ അപ്പു ഉണ്ട്, ധ്യാനും ഉണ്ട്. അവരും ഭയങ്കര ഒരു സിങ്കിലായിരുന്നു. ഹൃദയത്തിൽ പ്രണവിനെ നമ്മൾ കാണുമ്പം ലാലേട്ടൻ്റെ ഒരു സാമ്യതകൾ എവിടെയും നമുക്ക് തോന്നിയിരുന്നില്ല. വളരെ വളരെ 1-2 ഇടങ്ങളിലൊക്കെയാണ് അങ്ങനെ പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടിയൊക്കെ ഒരു സിമിലാരിറ്റി നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്. അത് ട്രെയിലർ കണ്ടതിൻ്റെ ഒരു വിലയിരുത്തലാണെന്നാണ് അതേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ അത് ബോധപൂർവ്വം സംഭവിച്ചാണോ അതോ ഈ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ മകൻ എന്നുള്ള ഒരു വെളിപ്പെടലാണോ? അത് ബോധപൂർവ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ മീശ വിരിക്കുന്നതൊക്കെ നമ്മൾ ഒന്ന് മീശ വിരിച്ച് കാണാനുള്ള നമ്മുടെ ആഗ്രഹം കൊണ്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ തിരിച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ സുരക്ഷിത, ബോധപൂർവ്വമുള്ള. ഇപ്പം ഞാൻ ഇതിൻ്റെ ടീസർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പൂൻ്റെ അങ്കിളുണ്ട് മോഹൻചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. മോഹൻചേട്ടൻ ഒരു ദിവസം വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ മോഹൻചേട്ടൻ ടീസർ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി ഈ ടീസർ കണ്ടിട്ട് പുള്ളി ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇത് വന്ന് നമ്മുടെ ഇടയിലൊക്കെ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ലാലങ്ങളുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്, അവർക്ക് നേരിട്ട് അപ്പൂനെ അത്ര ക്ലോസ് ആയിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ ഹൃദയത്തിൽ പുതിയൊരു ലോകം എന്ന് പറഞ്ഞൊരു പാട്ട് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ്
അത് ഓൾമോസ്റ്റ് തീരുന്ന സമയം, ഷൂട്ട് തീരാറായ സമയം. അപ്പോഴാണ് ഞാൻ അപ്പുവിനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്, ഒരു ഫിലിം ക്രൂ ഒന്നും ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മളൊരു 5-6 ആൾ പോയിട്ടാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഇവൻ്റെ ഒരു അപ്പുവിൻ്റെ ഒരു ബിഹേവിയർ, നമ്മുടെ അടുത്തൊക്കെ നിൽക്കുന്ന ഒരു രീതി കണ്ടപ്പോഴാണ് ഈ രീതിയിൽ സിനിമയിൽ വന്ന അടിപൊളിയായിരിക്കുമല്ലോ, ഇത് ഭയങ്കരമായിട്ട് ലാലങ്കളിൻ്റെ ഒരു സിമിലാരിറ്റിയൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അവൻ്റെ വേറൊരു സൈഡാണത്, എനിക്കത് ഒറിജിനലാണ് അല്ലേ, അവൻ്റെ വേറൊരു സൈഡാണ് അത്. അതെ. പക്ഷെ അപ്പൂനെ അറിയാത്തവർക്കൊരു ഇത് ലാലാണോ മോഹൻലാലാണോ എന്നൊരു തോന്നുന്ന അവൻ കുറേ അവൻ്റെ ഫാദറിനെ പോലെ തന്നെ, ലാലങ്കളിനെ പോലെ തന്നെ കുറേ കാര്യത്തിൽ. പക്ഷേ അതിപ്പോൾ ഇമിറ്റേഷൻ വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഹൃദയത്തിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇമിറ്റേഷൻ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പലതും ചെയ്യാണ്ടിരിക്കും. ഇതിപ്പോൾ 70s ആണ് കാലഘട്ടം, കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് വേണ്ട സ്ഥലങ്ങളുണ്ട്. പിന്നെ അവനും നമ്മുടെ കൂടെ വർക്ക് ചെയ്തൊരു ട്രസ്റ്റ് ഇപ്പോൾ വന്നു, ഫ്രീഡം ഉണ്ട് കുറച്ചുകൂടെ അല്ലേ. അപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് ഇനിയിപ്പോൾ ആയഞ്ഞങ്ങ് ചെയ്യാം എന്നുള്ളൊരു മൂഡിലാണ് ഇത് ചെയ്തത്. അതുകൊണ്ടും കൂടിയാണ് അത് അങ്ങനെ തോന്നുന്നത്. ശരിക്കും ആ മീശവരി എന്ന് പറയുന്നത് വിനീതിനും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണോ? എനിക്ക് ഞാൻ ചുമ്മാ നമ്മൾ പാട്ടെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒന്ന് മീശ വിരിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോടൊന്ന് വേണ്ടാന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു വേണ്ട, മീശ വിരിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നമ്മുടെ ആർട്ട് അസിസ്റ്റൻ്റ് ഉണ്ട് പ്രശാന്ത് അമരവിള എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ തിരുവനന്തപുരംകാരൻ തന്നെ. അപ്പോൾ അമരു ഉണ്ടായിരുന്നു. അപ്പോൾ അമരുവിൻ്റെ ചെവിയിൽ ഞാൻ ചെന്ന് പറഞ്ഞു അമരു ഒന്ന് മീശ വിരിപ്പിക്കുന്നു പറഞ്ഞു. അമരു ചെന്നിട്ട് ആശാൻ എന്ത് ചെയ്താ, അവൻ എന്തോ പറഞ്ഞു. 2 മിനിറ്റിൽ നമ്മൾ ഷോട്ട് എടുത്തപ്പോൾ ചെയ്തു. അപ്പോൾ എന്തായാലും മീശവരി ഒരു ഹിറ്റാവും അല്ലേ? അല്ല, അത് അങ്ങനെ അതൊരു രസത്തിന് ചെയ്തൊന്നുമില്ല, അതല്ലാണ്ട് അതിന് പടത്തിൽ വലിയ റെലവൻസ് ഒന്നുമില്ല. കഴിഞ്ഞ തവണ പറഞ്ഞ സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രണവിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, അപ്പുവിനെക്കുറിച്ച്. ഇത്തവണയും അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇത്തവണ ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പു ആകുമ്പോൾ നമുക്കറിയാം. അത് കഴിഞ്ഞ തവണ എനിക്കെല്ലാം സർപ്രൈസ് ആണല്ലോ. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പു ആണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ സീൻ ചാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലോങ് സീൻസൊക്കെ ഒരു ഭയങ്കര ഡയലോഗ്, ഈ ഫസ്റ്റ് ഹാഫിൻ്റെ പീരിയഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡയലോഗ് ഡ്രിവൺ ആയിട്ടാണ് പോയിട്ടുള്ളത്. കാരണം പണ്ടത്തെ നമ്മുടെ സിനിമകളും അങ്ങനെയാണല്ലോ. അപ്പോൾ 3-4 പേജിലുള്ള ഡയലോഗൊക്കെ ഉണ്ടെങ്കിൽ അപ്പു ആണെങ്കിൽ നമുക്കറിയാം ഇത് പെട്ടെന്ന് തീരും. ആ ഒരു ട്രസ്റ്റായി. അപ്പോൾ അത്ഭുതം എന്നുള്ളതിനേക്കാളും കൂടുതൽ അത് ട്രസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറി. ഇപ്പം ചില ദിവസമൊക്കെ ഒരു ഫോൺ കട്ട് ഉണ്ടായിരുന്നു, ഒരു 3-4 പേജുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ADs-ഒക്കെ ഒന്ന് ചോദിച്ചു, ചേട്ടാ 9:30 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണ്ടേ, അപ്പം നമ്മൾ 9 മണിക്ക് തുടങ്ങിയത് തീരുമോ? ഞങ്ങൾ തീരും പറഞ്ഞു. 9:25 തീർന്നു. അതൊരു ട്രസ്റ്റായി. അപ്പോൾ കാരണം അവനെല്ലാം പഠിച്ചിട്ടേ വരുള്ളൂ. വേറെ എന്താ പറയുക, അതിലെന്തെങ്കിലും നമുക്കെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊന്നും അങ്ങനെ കാര്യമായിട്ട് ബ്രീഫ് ചെയ്യേണ്ട കാര്യമില്ല. വലിയ ഡയലോഗ് പഠിക്കുമല്ലേ? ഷൂട്ടിന് മുമ്പേ എല്ലാം പഠിച്ചിട്ടാണ് വരിക, എല്ലാം അറിയാം. അതായത് അവൻ്റെ ഡയലോഗ്സ് മാത്രമല്ല, കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഫുൾ സ്ക്രിപ്റ്റ് അറിയാം. അപ്പോൾ പിന്നെ ഈ തിയേറ്ററൊക്കെ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ തിയേറ്റർ ചെയ്ത് പരിചയമുള്ള ആൾക്കാർ എപ്പോഴും ഡയലോഗ്സ് പഠിക്കും. അവർ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് വരുമല്ലോ, കാരണം അവരുടെ ശീലം അതാണല്ലോ, പ്രാക്ടീസും. ഇത്തവണ ലാലേട്ടൻ കണ്ടില്ലെന്ന് തോന്നുന്നു, വരികയും ചെയ്തില്ലെന്ന് തോന്നുന്നു. എവിടെയും കേട്ടില്ല വാർത്തകളൊന്നും. ഒരു തവണ വന്നു. ഒരു തവണ സെറ്റിൽ വന്നു. ഞങ്ങളപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലല്ല, എറണാകുളത്ത്. അപ്പോൾ ഞങ്ങൾക്കൊരു സീക്വൻസ് അവിടെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലങ്കൾ വന്നപ്പോൾ റൂമിനകത്ത് മൊത്തം നമ്മുടെ ക്രൂ ഇങ്ങനെ നിന്നിട്ട്, അപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ മോനെ ചെയ്യാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അകത്തേക്ക് വിളിക്കാനും വിട്ടുപോയി. കാരണം ഞങ്ങൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. അദ്ദേഹം പുറത്തുനിന്ന് തന്നെ നമ്മളെല്ലാവരും വിഷ് ചെയ്തിട്ട് പോയി. പിന്നെ പോയപ്പോഴാണ് ആലോചിച്ചത് ഒന്ന് വീടിൻ്റെ അകത്തേക്ക് വിളിക്കേണ്ടതെന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു തവണ വന്നിട്ട് പോയി. അങ്ങനെ പണ്ട് ദിവസം അവിടെ നിന്ന് കഴിഞ്ഞ തവണ ഞങ്ങൾ കോളേജിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്ന് ഫുട്ടേജൊക്കെ കണ്ടിട്ടാണ് പോയി. ഇപ്രാവശ്യം ഒന്നും കണ്ടിട്ടില്ല. എല്ലാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വഴി ഇങ്ങനെ റിലീസ് നടന്നിട്ടുണ്ട്. അതെ, പാട്ട് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട്. നമുക്കാകെ ഒരു പരിമിതമായ അറുപതി ട്രെയിലറും ഈ ടീസറും ഒക്കെയാണ്. ട്രെയിലറിൽ പക്ഷേ ഞങ്ങളുടെ അഴിഞ്ഞാട്ടം ഞങ്ങൾ കാണുന്ന ധ്യാനിൻ്റെയാണ്. അങ്ങ് ഒരു നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനത്തിലേക്ക് അത് ഉയരുന്നതായിട്ടാണ് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് അത് ഫീൽ ചെയ്യുന്നത്. തിരയിൽ നിന്ന് ധ്യാൻ ഈ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ആ ഒരു നടൻ നിലയിൽ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് വിനീത് തോന്നുന്നു. ഏകൻ അപ്പുവിനെ പറ്റി പറഞ്ഞ പോലെ ഒന്നും പറയണ്ട, സീൻ ബ്രീഫിംഗ് എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. ഏതാണ്ട് ഇപ്പോൾ
ധ്യാന സ്ക്രിപ്റ്റ് കേൾക്കുന്നത് ഷൂട്ടിൻ്റെ തലേന്നാണ്. അതുവരെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടാ നിനക്കിതൊന്ന് കേൾക്കണ്ടേ, ഞാൻ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഞാൻ വഴിയെ കേട്ടോളാം എന്ന് പറഞ്ഞു. പിന്നെ അവന് തടി കുറയ്ക്കുന്നവരെ എൻ്റെ മുന്നിൽ വരാനും മടിയുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യമൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ വന്നോളാം എന്ന് പറയും. ഇടയ്ക്ക് ദിവസം വിളിച്ചപ്പോൾ ഞാൻ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം കഴിയട്ടെ, അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന്. അങ്ങനെ വന്നത് തലേന്നോ വന്നിങ്ങനെ ഫുള്ള് ഫസ്റ്റ് ഹാഫ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ധ്യാനിനോട് സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഫസ്റ്റ് ഹാഫ് കേട്ട് എല്ലാം ഇങ്ങനെ കേട്ടിട്ട് ഇത് എത്ര ദിവസം ചാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവന് കുറേ പടം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു 46 ദിവസം കൊണ്ട് എങ്ങനെ ഈ പടം ചെയ്യും, ഇത് 80 ഡേയ്സെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രയും വേണ്ട ധ്യാനം, നമ്മൾ പ്ലാൻഡാണ്, 46 ഡേയ്സിൽ തീരും എന്ന് പറഞ്ഞു. ഇല്ല അങ്ങനെ അടിച്ചു തീർക്കല്ലേ, കോംപ്രമൈസ് ചെയ്യല്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായോ ഇവൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാ ഇവൻ സമയം എടുത്ത് ചെയ്യാൻ പറയുന്നതെന്ന്. അപ്പോൾ പക്ഷേ നമ്മൾ ഷൂട്ട് തുടങ്ങിയപ്പോൾ പിന്നെ ഇവന് മനസ്സിലായി ഒരു ക്രൂവിൻ്റെ ഒരു സ്പീഡ് ഇതാണ്, നമുക്ക് അത്രയും ടൈം മതി എന്ന് മനസ്സിലായപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് രാത്രിയാകുമ്പോൾ ഇന്ന് ഡിജോൻ്റെ പടത്തിനൊരു ചെറിയ പാച്ച് ഉണ്ട്, 8 മണിക്ക് തീർത്തരോ, ഞാൻ തീർത്തരാം നമുക്ക് നോക്കാം എന്ന് പറയും. എന്നിട്ട് നമ്മൾ തീർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഡിജോൻ്റെ പടം ചെയ്യുമ്പോൾ ഡിജോൻ്റെ പടത്തിൽ തടിയുണ്ട്, അവിടെ ചെന്ന് പാഡൊക്കെ വെച്ച് അത് പോയി ഷൂട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ പടത്തിൽ മെലിഞ്ഞിരിക്കുകയാണല്ലോ, അപ്പോൾ നമ്മുടെ സിനിമയുടെ ഇടയിൽ തന്നെ അവൻ പോയി വേറെ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഈസിയായി ധ്യാൻ. അല്ല തിരയിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അല്ലേ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? എപ്പോഴും സിനിമ ചെയ്ത് ഇപ്പോൾ ഭയങ്കര ഈസിയായി. ആ ഒരു എഫർട്ട്ലെസ്നെസ് അറിയാൻ. അല്ല നേരത്തെ പറഞ്ഞു പിന്നെ ഒരു 10 കിലോ കുറച്ചിട്ട് നീ എൻ്റെ അടുത്ത് വരാമെന്നുള്ള, ശരീരം കുറയ്ക്കണമെന്നുണ്ട് പറഞ്ഞു. ആദ്യത്തെ ടാസ്ക് അതായിരുന്നു, അത് കുറച്ചിട്ട് കാണാമെന്നാണ് പറഞ്ഞത്. നമുക്കിന്ന് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ശരീരം കുറച്ചിട്ട് ധ്യാനിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ധ്യാൻ മാറിയും തോന്നിയിട്ടുണ്ട്. ധ്യാൻ്റെ ഇപ്പോൾ നമ്മൾ ആദ്യം മദ്രാസ് പോർഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പടം ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് നാട്ടിലത്തെ പോർഷൻ എത്തുമ്പോഴാണ് ധ്യാൻ ഏറ്റവും തടി കുറഞ്ഞ് വേണ്ടത്. മദ്രാസ് പോർഷൻ എത്തിയപ്പോൾ അവൻ വന്ന വെയിറ്റ് കറക്റ്റായിരുന്നു. അപ്പോൾ ഇച്ചിരി ഒരു mid-20s ഉള്ള ഒരാളുടെ ശരീരം പോലെയായിരുന്നു. പിന്നെ ഒരു 21 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഏർലി ഡേയ്സിൻ്റെ ഷൂട്ട് വരുന്നത്. അപ്പോൾ ആ 21 ദിവസത്തിൻ്റെ ഇടയിൽ അവൻ വീണ്ടും തടി കുറച്ചു. അപ്പോൾ ആ 10ാം ക്ലാസ് പോർഷനൊക്കെ ആയപ്പോഴേക്കും മുഖമൊക്കെ കുറച്ചുകൂടെ ഒട്ടി. ഇപ്പോൾ ട്രെയിലറിലുള്ള പോലെ നമുക്ക് VFX ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, അതുപോലെ കിട്ടി. ഹാപ്പിയായിരുന്നു. ഇതിനത് നമുക്ക് തന്നെ ധ്യാൻ തന്നൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു ഭയങ്കര രസമുള്ള അതൊരു പക്ഷേ ഒരു സഹോദരനോടുള്ള ഒരു ആത്മബന്ധമാണ്, അതിനപ്പുറത്തേക്കുള്ളൊരു ഇതാണെന്നറിയില്ല. എൻ്റെ ചേട്ടനുള്ളിടത്തോളം കാലം എനിക്ക് ആരെയും പേടിക്കാനില്ല. അതൊരു വല്ലാത്തൊരു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം. അത് ആ ഒരു ധ്യാനൻ്റെ പിന്നെന്താണ് അതിൻ്റെ നിരീക്ഷണത്തോട് വിനീതിന് വ്യക്തിപരമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളൂ? അല്ല ഞാനങ്ങനെ അവന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പം ഞാൻ തിര കഴിഞ്ഞിട്ട് 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ധ്യാൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഇത് ധ്യാനിനെ വെച്ചിട്ട് ഇതിൽ ഇപ്പോൾ ധ്യാന്, അപ്പു, നിവിൻ ഇവർ 3 പേര് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വേറെ ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ട്രെയിലറൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇവർക്ക് 2 പേർക്കും ടൈലർ മെയ്ഡാണ്. അത് നിവിൻ്റെ ഒന്നും നമ്മൾ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ആ ക്യാരക്ടർ നിവിൻ അല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഈ 3 ആക്ടേഴ്സിനെയും കിട്ടിയില്ലെങ്കിൽ ഈ പടം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യില്ലെന്ന് ഞാൻ അങ്ങനെ ഒരു ദാർഷ്ട്യത്തിൻ്റെ പുറത്ത് പറയല്ല, ഈ പടം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അവനെ ഇതിലേക്ക് വിളിച്ചത്, അല്ലാണ്ട് എൻ്റെ അനിയനായതുകൊണ്ടല്ല. എൻ്റെ ഒരു കോൺഫിഡൻസാണ് പറയണത്. അത് വേറൊരു ഇതാണ് തരത്തില്ല, ഒരു വിശ്വാസമാണ്. അത് എന്താവും പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ജീവിതകാലം സൂക്ഷ്മമായിട്ട് ജീവിക്കാൻ തരത്തിലല്ല. എൻ്റെ ചേട്ടൻ അവിടെ ഉണ്ട്, കാരണം അദ്ദേഹം ഹിറ്റുകൾ മാത്രം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എവിടെ ചെന്നാലും ഒരു വാതിൽ അവിടെ തുറന്ന് കിടക്കും എന്നുള്ള വിശ്വാസമായിരിക്കാം. അവൻ എന്നെ ഓപ്പണായിട്ട് ചീത്ത പറയുകയും സട്ടിലായിട്ട് തള്ളിമറിക്കുകയും ചെയ്യുന്നിടത്തനാണ്. ശരി, പലപ്പോഴും എനിക്ക് പക്ഷേ നേരത്തെ വിനീത് പറഞ്ഞില്ലേ, എനിക്ക് ഈ തിരക്കഥകൾ മനഃപൂർവ്വം കേൾക്കാതിരിക്കുന്നതായിരിക്കും. കാരണം ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂവിലൊക്കെ ചെന്നിരുന്ന് കഥ പറഞ്ഞോളേ മൊത്തം അങ്ങനെ വായ കൊളാലിയാണല്ലോ, അങ്ങനെ പേടിയുണ്ടല്ലോ. അല്ല, അത് നമുക്കെല്ലാവർക്കും ആ പേടിയുണ്ട്. ധ്യാനോട് കഥ പറയുന്ന സമയത്ത്, ഞാനിപ്പോൾ ധ്യാനോട് എന്തെങ്കിലും പറയുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം പറയുന്നത് സത്യം ചെയ്ത് തരണം ഇത് പുറത്തു പോയി പറയില്ല എന്ന്. എന്നിട്ട് ആ സത്യം ചെയ്ത് മേടിച്ചിട്ടാണ് ഞാൻ അവനോടൊരു കാര്യം പറയുന്നത്. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ അനിയനായതുകൊണ്ട് പറയുന്നതല്ല, വിശ്വസിക്കാൻ പറ്റില്ല. എന്താ എവിടെ വെച്ച് എങ്ങനെ പെരുമാറുമെന്ന് അറിയോ, ഒന്നും പറയാൻ പറ്റില്ല. ഇത്തരം ഈ ധ്യാനിൻ്റെ ഈ ഇൻ്റർവ്യൂസുകളൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ എന്താണ് ശരിക്കും തോന്നാറുള്ളത്? എല്ലാവർക്കും ചിരി തന്നെയാണ്. നമ്മളെല്ലാവരും ചില സമയത്തൊക്കെ ഇങ്ങനെ
ചില സമയത്തൊക്കെ തോന്നി ഇവൻ ഇതൊക്കെ പോയി പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നും. പക്ഷേ പിന്നെ അവനെ എല്ലാവരും അങ്ങനെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ നാട്ടുകാർക്കാണെങ്കിലും ഇവൻ പറയുന്നത് സത്യമാണോ, ഇവൻ പറയുന്നത് കളവാണോ, ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇടയ്ക്ക് എന്നോട് നമ്മൾ ഈ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേജ് ഷോനൊക്കെ പോകുന്ന സമയത്ത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ചേട്ടന്മാർ വരുമല്ലോ, അപ്പോൾ വണ്ടി വിളിച്ചിട്ട് അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിക്കുന്ന ഫുൾ ധ്യാനിനെ പറ്റിയിട്ടാണ്. ചേട്ടാ ധ്യാനം പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും കേട്ടിട്ട് എന്താ തോന്നുന്നത്, ഫുൾ സത്യമല്ലാന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. സത്യമാണല്ലേ, ഞാനൊന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. അല്ല ഈ നിവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ സിനിമയിൽ ഈ പറഞ്ഞ ട്രെയിലർ വെച്ചിട്ടാണ് അത് ഓവർ ദി ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിങ് സ്റ്റൈലിയാണ് അതിനകത്ത് കാണുന്നത്. അങ്ങനെയുള്ള ഒരു ആ പ്രകടനം കൊണ്ട് മറ്റേ തട്ടത്തിലോ മറ്റേ പിന്നീട് വരുന്ന സിനിമകളിലൊന്നും അങ്ങനെ വിനീത സിനിമകളിൽ അത് ചെയ്തില്ല. ഇത് അങ്ങനെ തന്നെയാണോ? പ്രതീക്ഷിക്കാവോ? എന്താണ് അതിനകത്തെങ്കിലും വല്ല രസം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇതിൽ നിവിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് നിവിനെ ഫുൾ ഫോമിൽ കിട്ടിയിട്ടുണ്ട് ഈ പടത്തിൽ. അവൻ ആദ്യം ഞാൻ ചെന്ന് സബ്ജക്റ്റ് പറയുന്ന സമയത്ത് ഒരു 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 ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അവന്, ഇതെങ്ങനെ ആയിരിക്കും, ഇത് എങ്ങനെ റിസീവ് ചെയ്യും. പക്ഷേ സെറ്റിൽ വന്നു കഴിഞ്ഞിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ അവനിത് ഫസ്റ്റ് സീൻ തൊട്ട് അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ആദ്യം കോസ്റ്റ്യൂം ഇട്ടപ്പോൾ തന്നെ അവനൊരു ഒരു സംഗതി കിട്ടിയെന്ന് തോന്നി എനിക്ക്. അപ്പോൾ പിന്നെ വന്ന് ചെയ്യുന്ന സമയത്താണെങ്കിലും അവൻ ഓരോന്നും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. ഡബ് ചെയ്യുന്ന സമയത്ത് അത് പിന്നെയും എൻഹാൻസ് ചെയ്തു. ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഇവൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരുന്നൊരു സാധനമായിരുന്നു ഡബ്ബിങ്. മലർവാടിയും തട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ സമയമെടുത്തിട്ടാണ് ഡബ് ചെയ്യുക. ഇപ്പോൾ ആ എക്സ്പീരിയൻസ് ശരിക്കും അറിയാനുണ്ട്. വന്ന് പെട്ടെന്ന് ഡബ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തു പോയി. പക്ഷേ ഡബിലാവും ഭയങ്കരമായിട്ട് അത് പിന്നെ എൻഹാൻസ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ മൂന്നുപേരും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. ധ്യാനും അപ്പുവാണ് ത്രൂ ഔട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വേഷമാണ്. നിവിൻ ഒരു ഏരിയ തൊട്ട് പിന്നെ നിവിനുണ്ട്. അപ്പോൾ അത് എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്ന് വിളിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു ഏരിയ പടത്തിൽ നിവിൻ ഇൻട്രൊഡ്യൂസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു പോർഷനിലുണ്ട്. ഇപ്പോൾ കല്യാണി ഹൃദയത്തിൽ അതുപോലെയാണല്ലോ. സെക്കൻഡ് ഹാഫിൽ ഒരു ഏരിയ എത്തുമ്പോഴാണ് അമ്മ വരുന്നത്. പിന്നെ പടത്തിൽ അങ്ങോട്ടുണ്ടല്ലോ. അതുപോലെ നിവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് പിന്നെ അങ്ങോട്ട്. വളരെ നോട്ടീസ് ചെയ്ത രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് വൈജി മഹേന്ദ്രനാണ് ഒന്ന്, അതുപോലെ കൃഷ്ണേന്ദ്രൻ. അധികം അങ്ങനെയുള്ള ആളുകളെ ഒന്നും മുമ്പ് സിനിമകളിൽ അങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ ആ രണ്ടും വളരെ രസമുണ്ട്. ആ ഒരു കാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രാധാന്യം എന്തായാലും നമ്മൾ ആക്ച്വലി കുറേ പേര് ആലോചിച്ചിട്ടാണ് ഈ ഒരു കാസ്റ്റിങ്ങിലേക്ക് എത്തിയത്. എനിക്ക് ഇപ്പോൾ വൈജി സാറിൻ്റെ ക്യാരക്ടറും കൃഷ്ണേട്ടൻ്റെ ക്യാരക്ടറും നമ്മൾ പല പല ഓപ്ഷൻസ് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ ഒരു തവണ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മനോബാല സാറായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പിന്നെ മരണപ്പെട്ടു. അപ്പോൾ അതങ്ങനെ മാറി. പിന്നെ കൃഷ്ണേട്ടനെ ഞാൻ ഷൂട്ടിന് കുറച്ച് നാൾ മുമ്പ്, ഒരു മാസം മുമ്പാണ് കൃഷ്ണേട്ടനെ വിളിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തോന്നി, കൃഷ്ണേട്ടനെ ആരും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ആ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടറായിട്ട് കണ്ടിട്ടില്ലല്ലോ, ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നി. അപ്പം അങ്ങനെ കൃഷ്ണേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈസി ആയിട്ട് ചെയ്തിട്ട് പോയി. വൈജി സാറിൻ്റെ കൂടെ ഉള്ളത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യൻ ഡബ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതായത് ഈ ഡബ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇടയിലുള്ള ഈ മുക്കലും മൂളലും തപ്പലും. ആ സംഗതി റിക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിറ്റോ എന്താണോ പൈലറ്റ് ട്രാക്കിലുള്ളത് അതുപോലെ ഡബ് ചെയ്ത് വയ്ക്കും അദ്ദേഹം. ആ മുക്കലും മൂളലും ഒരു സാധനം മാറില്ല. സ്കൂളിൻ്റെ ഒക്കെ ഒരു ഇതായിരിക്കില്ലേ അതും എഗൈൻ കുറേ നാടകങ്ങൾ ചെയ്യുന്നതിൻ്റെ. അതുപോലെ ഡയലോഗ്സ് പഠിക്കില്ല, പക്ഷേ ഡയലോഗ്സ് മനപ്പാടായിരിക്കും. അപ്പോൾ ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് നേരെ ചെന്ന് അതിൻ്റെ ഇടയിൽ പുള്ളി ചില സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുകയും ചെയ്യും. അത് പിന്നെയും ഭയങ്കര രസമായിട്ട് വരും. ഞാൻ വളരെ കുറച്ച് ആക്ടേഴ്സിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഉർവശി ചേച്ചി അതുപോലെയാണ്. ഉർവശി ചേച്ചി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഡയലോഗ് ഇങ്ങനെ നോക്കിയിട്ട് പോയിട്ട് ഒരു അടിയാണ്. അതിൻ്റെ ഇടയിൽ ഉർവശി ചേച്ചിയുടെ ചില സാധനങ്ങളൊക്കെ വരും. ഉർവശി ചേച്ചിനെ പോലെ ഒരാളായിട്ടാണ് എനിക്ക് വൈജി സാറിനെ ഫീൽ ചെയ്തത്. ഭയങ്കര സ്പോണ്ടേനിയസ്. ഇങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്തിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ബിൽഡിങ് മൊത്തം ലീക്കായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ആ ലീക്കിൽ ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കുന്നു. അപ്പോൾ ഞാനത് വൈജി സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് റിയാക്ട് ചെയ്തത്. വേറൊരു ആർട്ടിസ്റ്റാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ആ
ബിൽഡിംഗ് മൊത്തം ലീക്കാവുമ്പോൾ നമ്മുടെ ഫുൾ കൊറിയോഗ്രാഫി മാറി, ഡയലോഗ്സ് മാറി. അപ്പോൾ ഞാൻ വൈസാറിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ പറയാം അങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഉടനെ അന്ന് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിനോട് ഈ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയുടെ. വൈജി സാറ് നമ്മുടെ ടീച്ചർ ഇറങ്ങിയപ്പോൾ രജനി സാറ് റിലേറ്റീവ് ആണല്ലോ, രജനി സാറിന് അയച്ചു കൊടുത്തു ടീച്ചർ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു ടീച്ചറൊക്കെ അവിടം വരെ എത്തിയിട്ടുണ്ട്. അല്ല, അത് അദ്ദേഹം തീർച്ചയായിട്ടും അതൊക്കെ കാണുന്ന ഒരാളാണ് അല്ലേ? വല്ല പറഞ്ഞോ വല്ല അങ്ങനെ വല്ല അദ്ദേഹം ഞാനിങ്ങനെ പറയും, സാറിന് ലോകം മുഴുവൻ കോണ്ടാക്ട്സ് ഉണ്ട്, എല്ലാവർക്കും അയച്ചു കൊടുത്തേക്കണേ. അപ്പോൾ ഐ എം സെൻഡിങ് ഇറ്റ് ടു ഓൾ അക്രോസ് ദ ഗ്ലോബ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട്. അല്ല, രജനി സാറിൻ്റെ എന്തെങ്കിലും റിപ്ലൈ ഒന്നും വന്നില്ല? അദ്ദേഹത്തിന് വന്നു, ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് വന്നത്. അതെ, നല്ല 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 പോസിറ്റീവായ കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ. അതേപോലെ ഇതിനകത്ത് രണ്ട് പിന്നെ പ്രൊഡ്യൂസർ വന്നു, നമ്മുടെ വിശാഖിനെ ഒരു ചെറിയ സീനിൽ കണ്ടു, നമ്മുടെ ഷാൻ റഹ്മാനെ കണ്ടു. ഷാനൊക്കെ നല്ല നല്ല മേക്ക് ഓവറിലൊക്കെ ഇരിക്കുന്നു. ശരിക്കും അത് ആ ക്യാരക്ടറിന് വേണ്ടി ഈ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് ശരിക്കും വിനീത്? അല്ല, ഷാനെ എനിക്ക് കുറേ കൊല്ലമായിട്ട് അറിയാലോ സുരേഷ്. അപ്പോൾ ഷാൻ നമ്മൾ മാത്രമുള്ളപ്പോൾ ഞാൻ കാണുന്ന ഒരു ഷാനുണ്ട്, ഭയങ്കര ഹ്യൂമർ സെൻസൊക്കെ ഉള്ള. അപ്പോൾ അവനത് പ്ലേ ചെയ്താൽ കൗണ്ടറിൻ്റെ ആളാണ്. അപ്പോൾ ഷാനെ നേരിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവനത് പ്ലേ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ മേക്ക് ഓവർ ശരിക്കും ഞാനും ഞെട്ടിപ്പോയി. അത് റോണെക്സിൻ്റെ ഫുൾ, നമ്മുടെ മേക്കപ്പ് മാൻ്റെ ഫുൾ അറിയില്ല പെട്ടെന്ന്. ഇല്ല, അത് ഒന്നാമത് ഷാനിനെ നമ്മൾ ഒറ്റ ലുക്കിലേ കണ്ടിട്ടുള്ളൂ, ക്ലീൻ ഷേവ് ആയിട്ട് മാത്രമേ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് ഈ വരയും മീശയും വിഗും സംഗതിയൊക്കെ വെച്ചിട്ട് കണ്ടപ്പോഴേക്കും നമുക്കെല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ചില ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഷാനിൻ്റെ ലുക്ക് കാണണം എന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ഷാനാണോ എന്ന് ചോദിച്ചിട്ട്, ഇപ്പം നമ്മുടെ ട്രെയിലർ റിയാക്ഷനിലൊക്കെ ഉണ്ട് ആൾക്കാർ കണ്ടുകൊണ്ട് നിന്നിട്ട് ഷാൻ റഹ്മാനാണോ എന്നിട്ട് തിരിച്ചു പോയിട്ട് അവരെ നോക്കി പെട്ടെന്ന് മനസ്സിലാവില്ല. അത് നമ്മൾ ആ പഴയ കാലത്തെ ലുക്ക് കറക്റ്റ് പിടിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും ഷാൻ എന്ന് എനിക്ക് തോന്നുന്നു. വിശാഖിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ത്യാഗരാജൻ മാഷിൻ്റെ മോനെ വെച്ച ഒരു ചെറിയൊരു ഒരു സംഗതിയായിരുന്നു അത്. അങ്ങനെ സീനായിട്ടൊന്നുമില്ല, അതൊരു പാട്ടിനിടയിൽ വരുന്ന ഒരു ചെറിയൊരു സംഭവമാണ്. അപ്പോൾ രവി ത്യാഗരാജനാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഫ്ലൈറ്റിൻ്റെ സമയമായി, പുള്ളിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ പെട്ടെന്ന് അത് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ വിശാഖിനെ നോക്കുമ്പോൾ ഒരു റെട്രോ ലുക്കൊക്കെ ഉണ്ട്, ഉടനെ ഒരു ക്യാപ്പ് ഇട്ട് കൊടുത്ത് ശരി വന്ന് അങ്ങനെ പ്രൊഡ്യൂസർ ഡയറക്ടറായി. നന്നായിട്ട് ചെയ്യില്ലേ? വിശാഖ് സിമ്പിളായിട്ട് ചെയ്തു. എല്ലാം കൂട്ടുകാരാണല്ലോ ചുറ്റും നിൽക്കുന്നത്, അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞു ഈ ഒരു 70 കാലഘട്ടം, കോടാമ്പക്കം, സാമി ലോഡ്ജ്, ഇങ്ങനെ കുറേ റെഫറൻസുകൾ വരുന്നുണ്ട്. അതുമായിട്ടും ഇതിനൊരു നമുക്കറിയണം ഈ സാമി ലോഡ്ജ് എന്താണ്, അവിടുത്തെ ഒരു കാലഘട്ടം. ഈ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയോ എന്തായിരുന്നു അതിൻ്റെ ഒരു ബാക്കപ്പ് എന്തായിരുന്നു? സുരേഷേട്ടാ, ചെറുപ്പം തൊട്ടേ നിങ്ങളെല്ലാവരും എഴുതിയിട്ടുള്ള സാധനങ്ങളില്ലേ കിടപ്പുണ്ടല്ലേ? പിന്നെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ് ഈ മദ്രാശി കഥകൾ, 70s കഥകൾ. ഇപ്പോൾ ഈവൻ അച്ഛൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പോയ കഥ, ഇതൊക്കെ എൻ്റെ അങ്കിള് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ കൂട്ടുകാർ സത്യനങ്ങളൊക്കെ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പറയാനുള്ളത് അതെ. ഇന്നസെൻ്റ് അങ്കിളുടെ കൂടെ സ്റ്റേജ് ഷോനൊക്കെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഓവർ ദി ഇയേഴ്സ് നമ്മൾ കേട്ടിട്ടുള്ള കുറേ കഥകളുണ്ട്. ചില സംഭവങ്ങളൊക്കെ ആരും തമ്മിൽ നടന്നതെന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ അത് സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണേട്ടൻ ഒരു സീൻ അഭിനയിക്കാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എടാ ഇത് ആരും തമ്മിൽ നടന്ന സംഭാഷണം എന്ന് എനിക്കറിയോ? ഞാൻ പറഞ്ഞു എനിക്ക് മറന്നുപോയി കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണേട്ടൻ പറഞ്ഞു തന്നു, ഇത് ഭരതേട്ടനും പിന്നെ പവിത്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തും, അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, തമ്മിൽ നടന്ന സംഭാഷണം. അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് കേട്ടിട്ടുണ്ട്, കേട്ട ഓർമ്മയിൽ ഞാൻ എഴുതിയാന്നൊക്കെ പറഞ്ഞു. അവിടെ കിടപ്പുണ്ടല്ലേ? കുറേ കാലമായിട്ട് നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണല്ലോ മദ്രാശിയിലേക്ക് ആൾക്കാർ വന്നതും അവരുടെ സ്ട്രഗിളും സർവൈവലും. സ്വാമീസ് ലോഡ്ജിൻ്റെ കഥയൊക്കെ ഇപ്പോൾ സുരേഷ് കുമാർ അങ്കിൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. 9ാം നമ്പർ മുറിയിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 9ാം നമ്പർ മുറിയിലാണ് ഷൂട്ട് ചെയ്തത്, സ്വാമീസ് ലോഡ്ജിലല്ല, പക്ഷേ ആ റൂം നമ്പർ 9 ആയിരുന്നു. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇതെന്ന് പറയുന്നത്, അപ്പം പിന്നെ ധ്യാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചകൾ എല്ലാം തന്നെ അച്ഛൻ്റെ കഥാപാത്രവുമായിട്ട് സമയപ്പെടുത്തിയൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ശരിയോ തെറ്റ്? അതിൻ്റെ വാസ്തവം എന്താണ് ശരിക്കും പറഞ്ഞത്? ഇത് ആരുടെയും ബയോഗ്രഫി അല്ല, ആരുടെ അങ്ങനെ ഒരു എന്താ പറയുക ലൈഫ് പറയുന്ന പോലെയല്ല. പക്ഷെ ഒരുപാട് അന്നത്തെ കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഇതിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള സ്ഥലപ്പേരും
കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത്. അപ്പോൾ ഡയറക്റ്റ് ആരുടെയും സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ്റെ എവിടെ അനുഭവങ്ങൾ ഉണ്ടാവല്ലേ ചിലപ്പോൾ നമുക്ക് അതിപ്പം ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ സുരേഷ് ചേട്ടൻ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. അത്